ഏതാണോ നമുക്ക് വോട്ട് ചെയ്താൽ നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് വരുന്ന ദിവസങ്ങളിൽ LDF വോട്ട് ചെയ്യാനാ? പെൻഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഞങ്ങൾ കാണാൻ അവർക്ക് നന്ദി പറയാനായിട്ടും ഞങ്ങൾ വോട്ടേഴ്സിനെ കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ വരുന്നിരത്തുംപാറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് CPM-ന്റെ ഗുണ്ടകൾ വന്നിട്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ തള്ളിയിടുകയും ഉപദ്രവിക്കുകയും പ്രവർത്തകരെ അടിക്കുകയും ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കയ്യ മലർത്തണ്ട, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി ശബരിമല ദേവസ്വത്തിന്റെ മന്ത്രി ആയിരിക്കുമ്പോൾ ഡിസംബർ 13 LDF-ന് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ ആയിരിക്കും. കാരണം സമ്പൂർണ്ണ പരാജയം ഭരണപക്ഷത്തിന് ഉണ്ടായപ്പോഴത്തേക്കിന് എനിക്കിവിടെ കാണാൻ സാധിച്ചെന്ന് അറിയോ, വെറും കുഞ്ഞു കുട്ടികളുടെ മനസ്സാ. അതായത് നമുക്ക് ഈ കുഞ്ഞിലെ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തോറ്റാലോ, നമ്മളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ, നമ്മളെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാലോ, നമ്മളെ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാലോ നമുക്കതൊരു വാശിയാവും, ദേഷ്യമാവും. ആ കുറ്റപ്പെടുത്തവനെ ചെന്നിട്ട് പോടാ പോടാ ചെറുക്ക, ഇങ്ങനെ ഒരു അടിയൊക്കെ അടിക്കാൻ നമുക്ക് തോന്നുന്നില്ലേ? അത് പോകെ പോകെ നമ്മൾ വളർന്നു വരുമ്പോഴത്തേക്കിന് നമുക്ക് ആ മെന്റാലിറ്റി മാറും. കാരണം എന്തുവാ, കുറച്ച് കാര്യങ്ങളുമായിട്ടുള്ള അറിവ് വരും. ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോഴത്തേക്കിന് അത് ഏത് രീതിയിൽ എടുക്കണമെന്നുള്ളൊരു മെന്റാലിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫീൽ ആവും. അത് വിവരമുള്ളവരുടെ കാര്യം കേട്ടോ, ആ വിവരമുള്ള ജനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കഴിഞ്ഞ ഒരു ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞ് വോട്ടെണ്ണി കഴിഞ്ഞ് സമ്പൂർണ്ണ പരാജയം അടഞ്ഞിട്ടുള്ള LDF-നെ കാണാൻ സാധിച്ചത് ഇതുപോലെ ഒരു വിവരമില്ല, വിവരക്കേടിന്റെ സമ്പൂർണത അത് മാത്രമാണ് കാണാൻ സാധിച്ചത്. തോറ്റ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ചെന്ന് കല്ലെറിയുന്നു, തോറ്റവരെ അടിക്കാനായിട്ട് നിൽക്കുന്നു. ആ ഒരു പാട്ടുണ്ടല്ലോ മറ്റേ അയ്യപ്പന് വെച്ചിട്ടുള്ളത്, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് കള്ളന്മാരെന്ന് വിളിക്കുമ്പോഴത്തേക്കിന് സത്യസന്ധമായ കാര്യം നാട്ടുകാർക്കെല്ലാം മനസ്സിലായി. അത് പൊതുജനങ്ങൾക്കിടയിലേക്ക് വിളിക്കുമ്പോഴത്തേന് അവരെ ആക്രമിക്കാനായിട്ട് ചെല്ലുന്നു, വടിവാളെടുത്ത് വീശുന്നു. എന്തൊക്കെ പരിപാടികളാണ് ഇന്നലത്തെ ഒരു ദിവസം നടന്നത്. സാധാരണ ജയിച്ചതിന് ശേഷം ജയിക്കുന്നവരുടെ റാലി ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, തോറ്റവര് ഇവര് തന്നെ ഒരു റാലി നടത്തുന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഈ റാലിക്ക് വരാൻ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ടേ നിങ്ങൾ ജയിക്കാഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ചിലപ്പോൾ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും ഒരുപാട് ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്ന് പുറമേ കാണിക്കുന്നത്. പക്ഷെ കാരണം എന്താ പറയുക, ഒരു വോട്ട് കിട്ടിയ LDF-കാരൻ വരെ ഈ നാട്ടിലുണ്ട്. ഒരു വോട്ട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും അതിന്റെ വീഡിയോ ക്ലിപ്പുകളും കുറച്ചധികം വീഡിയോകളുണ്ട്. കാരണം ഈ ഇലക്ഷൻ ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ടെ എനിക്ക് വ്യക്തമായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ ഇന്ന് തന്നെ വീഡിയോയിൽ വരിയായിട്ട് തന്നെ കാണിച്ചു തരാം. ആദ്യത്തെ വീഡിയോ ഒന്ന് തുടങ്ങാം. ഈ കേരളം ഭ്രാന്താലയമാണെന്ന് പറയുന്നത് ഒരിക്കലും കേരള ജനതയെ കണ്ടിട്ടല്ല, ഇതുപോലെ വിവരമില്ലാത്തവന്മാരെ കണ്ടിട്ട് മാത്രമായിരിക്കും കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് നേരത്തെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ പിണറായി വിജയന്റെ ഈ പാർട്ടിക്ക് ഭരണം കൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുമെന്ന് പോലും ഒരു ഉറപ്പുമില്ല. നാട്ടിലെ ക്രിമിനലുകളുടെ എണ്ണം ചിലപ്പോൾ വീണ്ടും കൂടത്തതേ ഉള്ളൂ. അല്ലാതെ ഈ പരിപാടിയെ കണ്ടിട്ട് ഇത് മാനവ മര്യാദയുള്ളവരോ അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് താമസിക്കുന്നവരോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ രീതിയിൽ ഒരു ഹെൽത്തി പൊളിറ്റിക്സ് ആയിട്ട് എടുക്കുന്ന വ്യക്തികൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. ഈ പറയുന്ന വർഗീയതയും അല്ലെങ്കിൽ ദേഷ്യം, വൈരാഗ്യം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ളതാണെന്ന് മാത്രം വരുത്തി തീർക്കാനും അതിൽ മാത്രം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇമാതിരി തെമ്മാടിത്തരം കാണിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതുപോലെ തന്നെ കടക്കൽ ജയിച്ച സ്ഥാനാർത്ഥിയെ പുറത്തോട്ടിറങ്ങുവാണെങ്കിൽ വധഭീഷണി. ഒന്ന് ആലോചിച്ച് നോക്കേ, ആ ജയിച്ച സ്ഥാനാർത്ഥിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കേ. ആ നാട്ടിൽ ആ സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ ആ നാട്ടിലെ സ്ഥാനാർത്ഥി ഇഷ്ടപ്പെട്ട് കുത്തിയതായിരിക്കത്തില്ല, ഈ കമ്മ്യൂണിസ്റ്റ് വിരോധവും ഇവരോടുള്ള ദേഷ്യവും കൊണ്ടായിരിക്കും മിനിമം ആ ഒരു പെൺകുട്ടിക്ക് ഒരു വോട്ട് കൊടുത്തത്. അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടു നോക്കേ. സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 10 മണിയായപ്പോൾ എന്റെ റിസൾട്ട് വന്നതാണ്. റിസൾട്ടിൽ എനിക്ക് BJP-യുടെ ഇതിൽ ജയം ഉണ്ടായി. ഞാൻ അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ ഒരു ആഹ്ലാദ പ്രകടനത്തിന് ഒന്നിനും ഇറങ്ങാത്ത സംഭവം ഈ അക്രമ രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ജനങ്ങൾക്കൊരു സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നിനും പ്രശ്നത്തിന് പോകാതെ ഇവിടെ ഇരുന്ന് 4 മണിയായപ്പോഴത്തേന് വോട്ടേഴ്സ് ഒക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇത് ജയിച്ചിട്ട് അകത്ത് തന്നെ ഇരിക്കുവാണോ, നിങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തോ ഞങ്ങൾ 4 മണിയായപ്പോൾ ഇവരെല്ലാം കഴിഞ്ഞു കാണുമല്ലോ എന്ന് വെച്ച് സമാധാനത്തോടെ ബൈക്കും എടുത്ത് വണ്ടിയിൽ ഞങ്ങൾ കാണാൻ അവർക്ക് നന്ദി പറയാനായിട്ടും ഞങ്ങൾ വോട്ടേഴ്സിനെ കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ വരുന്നിരത്തുംപാറ എന്ന സ്ഥലത്ത് വെച്ചിട്ട് CPM-ന്റെ ഗുണ്ടകൾ വന്നിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ തള്ളിയിടുകയും ഉപദ്രവിക്കുകയും പ്രവർത്തകരെ അടിക്കുകയും ഒക്കെ ചെയ്ത് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരെ നോക്കി അവിടെ നിന്ന് ബിജു സാറിനെ ഞാൻ വിളിച്ചു. സാർ എനിക്ക് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, പോലീസ് ഓഫീസറെ വിളിച്ച് സാർ അതനുസരിച്ച് പോലീസ് ഓഫീസേഴ്സിനെ വിട്ടു. അത് അവിടെ വന്നപ്പോൾ അതിന്റെ മുമ്പിൽ വെച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. ഞങ്ങൾ പിന്നെ പര്യടനം അവസാനിപ്പിച്ചു. ഇവരെ സംബന്ധിച്ച് പോലീസുകാർ വെറും നോക്കുകുത്തികളാണ്. കാരണം ഭരണം അവരുടെ കയ്യിരിക്കും, അവർക്ക് എന്ത് തെമ്മാടിത്തരം വേണേലും കാണിക്കാം. ഇനി കാണിക്കാൻ വന്ന ക്ലിപ്പുകൾ നിങ്ങൾ വ്യക്തമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പോലീസുകാർക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. എന്തെങ്കിലും ഒരു റോൾ അവർ ചെയ്തു കഴിഞ്ഞാൽ അവരെ വല്ല അട്ടപ്പാടിയിലോട്ടോ ഏതെങ്കിലും കാലിനിടയിലോട്ടോ സ്ഥലം മാറ്റിക്കളെ. ആ ഒരു കാര്യം പേടിച്ചിട്ടോ അതിന് ഇവന്മാർ തലക്കടിച്ച് കൊല്ലണ്ടെന്ന് പോലീസ് പേടിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും
മിണ്ടാതെ പിരിക്കുന്നത്. എനിക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ ഇവരുടെ അവസ്ഥ. കുറച്ച് സ്ഥലത്ത് വാടി മാത്രമേ പോളായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ വീട് കത്തിക്കുമെന്നും ആക്രമിക്കുമെന്നും പറഞ്ഞ് അവന്മാര് പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങളിപ്പോ ഈ പോലീസ് ഓഫീസേഴ്സ് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുത്തൻ വന്ന് എന്റെ ചേട്ടനെ അടിച്ച് ചേട്ടന്റെ അത് മുഖത്ത് കൊള്ളാതെ ചേട്ടൻ തട്ടി മാറ്റി, കുടിച്ച് നിൽക്കാൻ വയ്യാതെ വന്ന. പിന്നെ അവര് പ്രശ്നം വൈകിട്ട് ഉണ്ടാക്കിയവര് വരെ ഇന്നിപ്പോ ചേട്ടനെ അന്വേഷിച്ച് അവരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വരെ വന്ന്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? 2 പെൺകുട്ടികളും ഉണ്ട്, ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾക്ക് സംരക്ഷണം വേണം. ഇപ്പോഴും ഭീഷണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ട് നിലനിൽക്കുകയാണ്. ഇവിടെ ഓഫീസേഴ്സ് മിക്ക തന്നെയാണ് ഇവിടെ അടിക്കാൻ വന്നത് ഏട്ടനെ. അത് വലിയ പ്രയോജനമൊന്നുമില്ല. ഓഫീസേഴ്സ് അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ കളഞ്ഞു വേക്കാം, അറിയാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ ഈ പരിപാടിയും ഇവർ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് എന്തോ ഒരു എനിക്ക് വ്യക്തമായിട്ട് ഇന്നലത്തോടു കൂടി ഒരു ഭയങ്കരമായിട്ട് വിലയിരുത്തൽ സംഭവിച്ചു. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യം. തോറ്റു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് അഡ്മിറ്റ് ചെയ്യണം. എവിടെയാണ് തോറ്റതെന്ന് കണ്ടുപിടിക്കണം. ആ തോറ്റത് ഇനി അടുത്ത ഇലക്ഷനിൽ എങ്ങനെ വേണം അത് ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നോക്കണം. കഴിഞ്ഞ ദിവസം മന്ത്രിയായിരുന്ന പുള്ളി ഉണ്ടല്ലോ, എന്തോ മണിയാശാൻ പറഞ്ഞ തെമ്മാടിത്തരം കണ്ടില്ലായിരുന്നോ? 2000 രൂപ പെൻഷൻ മേടിച്ച് തന്ന് അതങ്ങ് തിന്ന് നിരങ്ങിയിട്ട് ശേഷം മാറ്റി കുത്തിയെന്ന്. എടാ പെണ്ണുമുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈസ അല്ലേ എടുത്തു മാറ്റി കുത്താനായിട്ട് പറയാനായിട്ട്. ഇതാണ് തലയ്ക്ക് മേളിലിരിക്കുന്നവർ ഇതുപോലുള്ള തന്തയില്ലായ്മ വിളിച്ചു പറയുമ്പോഴത്തേന് അതിന്റെ താഴെ നിൽക്കുന്ന അണികളായിട്ട് ഈ പൊട്ടക്കണത്തിൽ കിടക്കുന്ന തവളകൾ ഇതല്ല ഇതിന്റെ അപ്പുറം കിടന്ന് കാണിക്കും. ഒന്നെങ്കിൽ മേളിൽ നിൽക്കുന്നവ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ഇമാതിരി പരിപാടികൾ ചെയ്യല്. ജനങ്ങളാണ്, പൊതുജനങ്ങളാണ്, നമ്മൾ ഭരിക്കുന്ന പാർട്ടിയാണെന്ന് പറയണം. ഇത് അവന്മാരാണെങ്കിൽ അഴിച്ചു വിട്ടാണെങ്കിൽ നീ പോയി കൊന്നിട്ട് വേടാ, ഞാൻ പിടിച്ച് നിന്നെ സംരക്ഷിച്ചോളാം എന്ന് പറയാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം ഈ നാട്ടിൽ നടക്കത്തുള്ളൂ. സത്യം പറഞ്ഞാണ്ടല്ലോ ഈ വ്യക്തി, ഈ KSRTC ഡ്രൈവറായിരുന്ന ഈ വ്യക്തിയായിരിക്കും തിരുവനന്തപുരത്ത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഇന്നലത്തെ ദിവസം. കാരണം മേയറുടെ അധപ്പതനം, മേയർ കാരണം ആ ഒരു തിരുവനന്തപുരം ജില്ല തന്നെ BJPക്ക് എഴുതി കൊടുത്ത ജനങ്ങളാ. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ സന്തോഷവാനും വേറെ ആരുടെയും പ്രാർത്ഥനയല്ല, ഈ വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ദൈവം ഉണ്ടെങ്കിൽ ദൈവം കേട്ടിരിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇപ്പൊ അത് BJPയുടെ കയ്യിലേക്ക് പോവുകയും മേയർക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ, ഇനി പുറത്തിറങ്ങുവാണെങ്കിൽ തലയെ കൂടെ മുണ്ടിട്ട് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതിന് വ്യക്തമായി, കാരണം നമുക്കറിയാം ഇവരുടെ ഒരു നയം എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിക്കത്തില്ല. അതിപ്പം നമ്മൾ പോകെ പല രാഷ്ട്രീയ വീഡിയോസിലൂടെ കണ്ടു വരുന്നൊരു കാര്യം. അത് വ്യക്തമായിട്ട് VD സതീശൻ പറയുന്നുണ്ട്. അതൊക്കെ ഈ തോറ്റ് കഴിയുമ്പോൾ എന്തെല്ലാം പറയും. CPM-നോട് ആദ്യം നമ്മുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ? തോറ്റു എന്ന് CPM-നെ ബോധ്യപ്പെടുത്താനാണ് നമുക്ക് വലിയ പാടാണ്. അവരെ മനസ്സിലാക്കാൻ അവരിപ്പോഴും കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കണക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സംശയം തോന്നും. സത്യമാണ്, ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത്. വ്യക്തമായിട്ടുള്ള കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവർ തോറ്റു കഴിഞ്ഞാൽ ഇവർ പറയും അവിടെ അങ്ങനെയല്ല, ഇവിടെ ഇങ്ങനെയായിരുന്നു. എന്നാൽ സമ്മതിക്കത്തില്ല. ഇത് സമ്മതിക്കാൻ ഇവർ നിൽക്കത്തില്ല. അതാണ് ഇവരുടെ കുഴപ്പം. തോൽവി എന്താണെന്ന് സമ്മതിക്കുക, തെറ്റ് കണ്ടാൽ അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും തെറ്റ് കാണിച്ചാൽ അവരെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കണം. നമുക്കറിയാമല്ലോ, മുകേഷ് അമ്പലയുടെ പീഡനം വരെ ഇവർ വഴിക്ക് തീർത്ത് ഉള്ളിലേക്ക് കയറ്റി വെച്ചൊരു വ്യക്തികളാണ്. അപ്പൊ പിന്നെ തെറ്റവർക്ക് ഒന്നും അല്ലെന്നേ, ഒരു കാര്യമില്ല. തെറ്റ് സമ്മതിക്കാനായിട്ട് ഒരിക്കലും ഒരു ബാധ്യസ്ഥരുമല്ല. ഇനി ഇപ്പൊ ഈ കാണിച്ച പ്രകടനം ഉണ്ടല്ലോ, ഇന്ന് ഈ ഇലക്ഷന് കഴിഞ്ഞതിന് ശേഷം ഇവനൊക്കെ കാണിച്ച പരിപാടി, അതിനുശേഷം ആ മന്ത്രിയായിരുന്ന വ്യക്തി പറഞ്ഞ കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം നിന്റെയൊക്കെ അടുത്തൊരു ഇലക്ഷൻ ഉണ്ടല്ലോ അതിനകത്ത് വ്യക്തമായിട്ട് തന്നെ വരും. നിങ്ങൾ നോക്കിയാൽ മതി, ഡേ ബൈ ഡേ നിങ്ങളുടെ ഗ്രോത്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും താഴേക്ക്, നിലത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പോകുന്നതെന്നുള്ളത്. മനസ്സിലാക്കണമെന്നുണ്ടല്ലോ. ഇതുപോലെ അക്രമ രാഷ്ട്രീയം വെച്ച് പൊറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈവൻ ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി സഹിതം ഇദ്ദേഹത്തിന് പോലും മര്യാദയ്ക്ക് ഒരു ജനങ്ങളോട് സംസാരിക്കാനോ ഒരു മര്യാദ കൂടെ സംസാരിക്കാനോ ഒന്നും അറിയത്തില്ല. അപ്പൊ അതുപോലുള്ള വ്യക്തികളെയൊക്കെ മാറ്റി നിർത്താൻ അല്പം വിവരവും ബോധവും പൊക്കണവും വിദ്യാഭ്യാസവും ഉള്ള ആരെങ്കിലൊക്കെ ഒന്ന് കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു രക്ഷ കണ്ടേക്കാം. അല്ലെങ്കിൽ സമ്പൂർണ്ണ പരാജയം, തോൽവി. ഈ എവിടൊക്കെ കുറെ രാജ്യങ്ങളിൽ പോയല്ലോ, ക്യൂബ, ചൈന എന്നൊക്കെ പറഞ്ഞു, അതുപോലെ അങ്ങ് പൊക്കോളൂ. ഞാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഞാൻ പിറ്റേ ദിവസം ഒന്ന് പിച്ച് നോക്കി. അത് നമ്മളാണോ ജയിച്ചത് അവരാണോ ജയിച്ചതെന്ന് സംശയം. അങ്ങനത്തെ കണക്ക് പറയും. അത് EMSന്റെ കാലം മുതൽ തുടങ്ങിയ ഒരു കണക്കാണ്. അത് അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള്. അതിൽ MV ഗോവിന്ദൻ ഭയങ്കര എക്സ്പേർട്ടുമാണ്. താത്വികമായ വിശകലനം ചെയ്ത് തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചെന്ന് വേണേ സമർത്ഥിക്കാം. അതൊന്നുമല്ലല്ലോ. അത് ശരിയാ. MV ഗോവിന്ദൻ അങ്ങനെ തന്നെ. MV ഗോവിന്ദന്റെ പല ചർച്ചകളും അങ്ങനെയൊക്കെ തന്നെ.
ആലോചിച്ച് നോക്കെ, തോറ്റു കഴിഞ്ഞാൽ റാലിയാ, ഇറങ്ങി വാടാ നായിന്റെ മക്കളെ പ്രസ്ഥാനത്തിന് ഒറ്റ കൊടുത്തേ. ആ നാട്ടിൽ ഏതെങ്കിലും ഒരുത്തൻ പാർട്ടി മാറി പോയിട്ടുണ്ടെങ്കിൽ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തുന്ന അപ്പുറത്ത് പോയ രീതിയായി. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കേണ്ടതും ഈ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുത്തു എന്ന് പറയേണ്ടത് എവിടാന്നറിയോ? നേരെ ചെന്നിട്ട് പിണറായി വിജയൻ താമസിക്കുന്നിടത്തില്ലണം. അദ്ദേഹത്തിന്റെ മുന്നിൽ പോയിട്ട് വേണം നിങ്ങൾ ഈ ഡയലോഗും ഈ മുദ്രാവാക്യം മുടക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹമാണ് നിങ്ങളെ ഒറ്റിക്കൊടുത്തത്. ഇതിന്റെ താഴെ ഈ പാർട്ടി അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരെ ഇതുപോലെ ജനങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തി കളിയാക്കലുണ്ടാക്കി മറ്റേ അയ്യപ്പ ഭക്തി ഗാനത്തിനിടയിൽ സ്വർണം കാട്ട പാട്ട് കയറ്റി നിന്റെയൊക്കെ ചെവിതല നശിക്കുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയാ. നേരെ നിങ്ങൾ വിട്ടോ, തിരുവനന്തപുരത്ത് എന്നിട്ട് താമസിക്കുന്ന എവിടെയാണോ അവിടെ കയറിയിട്ട് ഈ മുദ്രാവാക്യം മുഴക്കി നിങ്ങളിത് പറയണം എന്നാൽ സാറ്റിസ്ഫൈ ആവും. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരും ചിലപ്പോൾ സാറ്റിസ്ഫൈ ആവും. കാരണം മിണ്ടാതിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്ക് ഒരുപാട് സാറ്റിസ്ഫൈ ആവുന്ന ഒരു കാര്യമാണ്. ഇനി തിരുവനന്തപുരം നഗരസഭയിലെ മേയറുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തതുകൊണ്ട് നമ്മൾ ഈ PR വർക്ക് വോട്ട് ചോദിക്കുന്ന നമ്മൾ അനുമോടൊക്കെ കാര്യത്തിനൊക്കെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു തരത്തിൽ ഈ ഗവൺമെന്റ് തന്നെ ഒരു PR ആയിട്ട് മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് ഞാൻ കാണിച്ചുതരാം. അത് മേയർക്ക് വേണ്ടിയിട്ടുള്ളത്. ഹലോ, ഇത് നമ്പറാണോ? അതെ, പറഞ്ഞാൽ മതി. ഇത് ആരാണ്? എന്റെ വൈഫിന്റെ അമ്മയാണ്. വൈഫിന്റെ അമ്മയാണ്. ഓക്കെ. അമ്മയ്ക്ക് ഇത് തിരുവനന്തപുരം നഗരസഭ ജനഹൃദയം LDF കോൾ സെന്റർ എന്ന് വിളിക്കുകയാണേ. അമ്മയ്ക്ക് കഴിഞ്ഞ മാസം വരെ പെൻഷനൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ? പെൻഷൻ കിട്ടിയാന്ന് അറിയില്ല, ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് വിളിക്കാണെങ്കിൽ. ഓക്കെ. ക്ഷേമ പെൻഷനാണോ വിധവ പെൻഷനാണോ? വിധവ പെൻഷനാണെന്ന് തോന്നണം. ഓക്കെ. അപ്പൊ 1700. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കാനൊക്കെ പറ്റുന്നതാണോ? വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വയ്യാതായിരിക്കും. കുറച്ച് നാൾ കൊണ്ടിട്ട് വയ്യാതെ വെളിയിലൊന്നും പോക്കൊന്നുമില്ല. ഓക്കെ. ഡിസംബർ 9 നമുക്ക് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ്. അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ അമ്മേനെ വോട്ട് ചെയ്യിപ്പിക്കുക. അമ്മയ്ക്ക് പെൻഷൻ കിട്ടുമെന്ന് അറിയാനും അമ്മയുടെ സുഖവിവരം അന്വേഷിക്കാനും അമ്മയ്ക്ക് വയ്യുന്നുണ്ടെങ്കിൽ ആ വയ്യാത്തിന്റെ കാരണം എന്താ, അതിന് മരുന്ന് മേടിച്ചു കൊടുക്കാനൊന്നുമല്ല, വയ്യെങ്കിലും അമ്മയെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കണേ. ഇനി ബാക്കിയാക്കിട്ടല്ലോ. അപ്പൊ നമ്മുടെ സർക്കാരിനെ ഒന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുക, അഭ്യർത്ഥനയും കൂടെ ചെയ്യുക. ഏത് സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യേണ്ടത്? ഏതാണോ നമുക്ക് വോട്ട് ചെയ്താൽ നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് വരുന്ന ദിവസങ്ങളിലും LDF വോട്ട് ചെയ്യാനാ? പെൻഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യൂല. അത് ശബരിമല കട്ടള വരെ ഊരിക്കൊണ്ട് പോയല്ലേ വെച്ചിട്ട് പോയി നിങ്ങൾ ജോലി നോക്കി. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും തോറ്റതിന്റെ ജനവികാരം ഇത് തന്നെയാ. തോൽവി സമ്മതിക്കുക, ആ ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഇനിയിപ്പോ നിങ്ങളെ കൊണ്ട് തിരുത്താനായിട്ട് കഴിയത്തില്ല, അതങ്ങ് സമ്മതിച്ച് വിടുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം ട്രോളുകൾ ഇനിയും കാണാനായിട്ട് സാധിക്കും. ഇനി വ്യക്തമായിട്ട് സാധാരണക്കാര് ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും അവർക്ക് തോന്നുന്നത്, അവർ വോട്ട് എങ്ങനെ മാറ്റി കുത്താനായിട്ട് ഇടയുണ്ടാവും, അത് വ്യക്തമായിട്ട് നോക്കാം. കയ്യ മലർത്തണ്ട, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി ശബരിമല ദേവസ്വത്തിന്റെ മന്ത്രി ആയിരിക്കുമ്പോൾ തീർത്ഥം കയ്യിൽ കൊടുത്തപ്പോൾ സാനിറ്റൈസേഷൻ ആണ് ചെയ്തത്. അതാണോ ഒരു മന്ത്രിയുടെ സ്ഥാനത്തിൽ നിന്ന് ചെയ്യേണ്ടത്? അതുപോലെ ഇപ്പോഴത്തെ വാസവൻ ശബരിമല നട തുറക്കുമ്പോൾ കയ്യും കെട്ടിയിട്ടാണ് നിന്നിരുന്നത്. ഇതാണോ നിങ്ങളുടെ മന്ത്രി നയം? ഇതാണോ നിങ്ങളുടെ വിശ്വാസം? ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന വ്യക്തികളെ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്ന് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. കേന്ദ്രത്തിന്റെ PMAY പദ്ധതി നിങ്ങൾ ലൈഫാക്കി മാറ്റി. കഴിഞ്ഞ ഭരണസമിതി സമയത്ത് ഞാൻ വടക്കുന്നാഥന്റെ മുന്നിൽ വന്ന് നിങ്ങളുടെ പാർട്ടിയുടെ ശ്യാമപ്രസാദിനോട് ലൈഫിന്റെ കാര്യം ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ വർത്തമാനം 800 വീടുകളുടെ താക്കോൽദാനത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. 2017 എനിക്ക് വീട് സാങ്ഷൻ ചെയ്ത് കിടക്കുന്നതാ. ഇത് 2025 എനിക്ക് ഇന്ന് വരെ ഒരു അറിവും വന്നിട്ടില്ല. നിങ്ങൾ ചേർത്ത് നിർത്തുന്ന ഒരാൾക്കാരാണെന്ന് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ചേർക്കലും ഇല്ല. നിങ്ങളുടെ പാർട്ടിനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് അവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഞാൻ കുടുംബശ്രീയിൽ വന്നിട്ട് 28 വർഷം കഴിഞ്ഞു. എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ജനവികാരങ്ങളൊന്നും ഈ പറയുന്ന കണക്ക് ഇവരെ കൊണ്ടൊന്നും ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് കിട്ടേണ്ട ഓരോ വിഹിതങ്ങൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എവിടുന്നാണ് കിട്ടുന്നതെന്ന് പ്രോപ്പറായിട്ട് ഇത്രയധികം സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതോടെ, സോഷ്യൽ മീഡിയ പൊതുവെ ആക്റ്റീവ് ആയതോടുകൂടി തന്നെ ഇവർക്കൊരു അന്ത്യം വന്ന്. കാരണം ഇവർ ഈ പറയുന്ന ടെക്നോളജിക്ക് എതിരായതുകൊണ്ടും ടെക്നിക്കലായിട്ട് ജനങ്ങൾ അല്പം വിവരം വെച്ചാൽ, വിദ്യാഭ്യാസം വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ വ്യക്തമായി സംസാരിക്കും എന്നുള്ളൊരു ബോധം വ്യക്തമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി ഈ ഒരു ഇലക്ഷന് ശേഷം ഈ കാണിച്ചു കൂട്ടിയതൊക്കെ വെറും തെമ്മാടിത്തരങ്ങൾ അതാട്ടെ. എടേ,
ഇതെന്തുവാ ഈ കാണിക്കുന്നേ? വന്ന് കയറി ആ വണ്ടി അങ്ങ് അടിച്ചു പൊട്ടിക്കുക. എടോ, തോറ്റു കഴിഞ്ഞാൽ അത് തോൽവിയായിട്ട് മനസ്സിലാക്കണം, അത് തോൽവിയായിട്ട് അംഗീകരിക്കണം. തോറ്റു കഴിയുമ്പോഴത്തേന് ജയിച്ചവന്റെ മണ്ടക്കോട്ട് കയറിപ്പോകുന്ന അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന അക്രമം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ വോട്ട് ചോദിക്കാനായിട്ട് കെഞ്ചി കേണ് ചെന്ന നിങ്ങളാണ് ഈ തോറ്റതിന് ശേഷം ഈ കിടന്ന് കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വോട്ട് ചോദിക്കാനായിട്ട് ഓരോ വീട്ടിലും വന്ന് കൈകൂപ്പി നിൽക്കുമ്പോഴും അവരോട് ഭയങ്കര സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോഴും അതേ ആൾക്കാർ തന്നെയാണ് ഈ തോറ്റതിന് ശേഷം ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മനസ്സിൽ ഇത്രയും വൈരാഗ്യം വെച്ച് ഇത്രയും ദേഷ്യം വെച്ച് ഇമാതിരി പരിപാടികൾ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയോ? ഇതിനിടയ്ക്ക് കോൺഗ്രസിൽ ഇത് നോമ്പാൻ പോയിട്ട് പിന്നെ ഇതിൽ വന്നിട്ടുണ്ട് ഗുണമെന്ന് പറയാതെ തന്ത്രം കള്ളന്മാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് ഞാൻ വേണ്ടി ചാടി. പിന്നെ ഏമാര് കള്ളനെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. മൈരെ പോവാ അവിടെ നിന്ന്. ഇത് മറ്റേ ക്വാർട്ടർ ഒഴിച്ച് അങ്ങോട്ട് വയ്ക്കുമ്പോൾ അങ്ങോട്ട് പോകും, ക്വാർട്ടർ ഒഴിച്ച് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എടുക്കുമൊന്നും വേണ്ട, നോക്കണ്ട. അത്രേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. ഇനി ഇതിനകത്തൊരു വോട്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇതാ തിരിച്ചു പിടിക്കാനായില്ലെങ്കിലും സീറ്റ് നില മെച്ചപ്പെടുത്തി എന്ന ആശ്വാസത്തിലിരിക്കുന്ന LDF-നും CPM-നും നാണക്കേടായി സ്വന്തം സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ട്. കുന്തിപ്പുഴ 1-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഫിറോസ് ഖാനാണ് ഒരു വോട്ട് മാത്രം നേടിയത്. ഇദ്ദേഹത്തിൻ്റെ വോട്ടും മറ്റൊരു വാർഡിലായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ പിന്തുണച്ചവരുടെ വോട്ട് പോലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. ഈ വാർഡിൽ ചില നീക്കുപോക്കുകൾ നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. ഇവിടെ വെൽഫെയർ പാർട്ടിയെ സഹായിക്കാനാണ് CPM പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നുള്ള ആരോപണം പരക്കെ ഉയർന്നിരുന്നു. ഇതിനു പകരമായി മറ്റു ചില വാർഡുകളിൽ വെൽഫെയർ പാർട്ടിയുടെ സഹായം CPM-നും ലഭിക്കുമെന്നും സൂചനകൾ വന്നു. എന്നാലും ഓരോ വോട്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെ കുടുംബക്കാർ, ഇവർ കൂട്ടുകാർ പോലും ഇല്ലടാ പുള്ളിക്കാ നാട്ടില്. ഒരു വോട്ട് അല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും LDF-നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. ഒരു അമ്മമ്മ അപ്പം പോലും ഇല്ല. കാരണം ഈ നെറ്റ്വർക്ക് ഒന്നും വലുതായിട്ട് യൂസ് ചെയ്യാതെ ആരുമില്ല. പഴയ രാഷ്ട്രീയമെങ്കിലും വിശ്വസിച്ച് അതിനൊരു വോട്ട് കൂട്ടുന്ന ഒരാൾ പോലും ഇല്ല. കഷ്ടം തന്നെ. നിലനിൽപ്പൊന്ന് ആലോചിച്ച് നോക്കി, ഏത് രീതിയിലേക്കാണ് ജനങ്ങൾ ഇപ്പൊ സ്വീകരിക്കുന്നതെന്ന്, ജനങ്ങൾ ഏത് രീതിയിലാണ് ഇവരെ മനസ്സിലാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണേ. ഈ സത്യം പറയാലോ, ഈ പാരഡി എഴുതിയത് ആരാ? ഇതാരാ കമ്പോസ് ചെയ്ത്, ആരാ പാടിയത്? അന്യായ സാധനം, തരംഗം സാധനം എന്ന് വെച്ചാൽ തരംഗം സാധനം. ഈ ഇലക്ഷൻ ഇവർക്ക് വോട്ട് കിട്ടാതെ വന്നിട്ടുള്ളതിനകത്ത് 65% ഈ ഒരു പാട്ടാ. ഈ ഒരു പാട്ട് ജനങ്ങൾ ഏറ്റെടുത്തു. ഞാൻ ഇന്നലെ കാറിൽ ഇരുന്ന് പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിരുന്ന് പാടും, സൂപ്പർ പാട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കെ. ഇതിപ്പോ നമ്മളില്ല റാപ്പൊക്കെ കേൾക്കുന്ന പോലെ വേടന്റെ ഒക്കെ പാട്ട് ആൾക്കാർ കേൾക്കുന്ന രീതിയിലൊക്കെ അങ്ങ് എടുത്ത് ജാതി മത ഭേദമന്യേ എടുത്തു വെച്ചങ്ങ് പാടുക, എടുത്തു വെച്ചങ്ങ് സംസാരിക്കുക. അന്യായ ഐറ്റം തന്നെ. ഒരു ദോസ്ത് പിടിച്ച് ദോസ്തിനകത്ത് കയറി വന്നിരുന്ന് നാണം കിടന്നെന്ന് ആലോചിച്ച് നോക്കെ. അത്ര സക്കീർ ബായിക്ക് ധൈര്യം ഉണ്ടോ? അതേപോലെ വണ്ടി വിളിച്ചു വന്ന് നാണം കാണാനും ഒരു അല്പ ധൈര്യമൊക്കെ വേണം. പാലക്കാട് മണ്ണാർക്കാട് നഗരസഭയിലേക്ക് മത്സരിച്ച് തോറ്റ LDF സ്ഥാനാർത്ഥി തോൽവിക്ക് പിന്നാലെ നേരെ പോയത് BJP പ്രകടനത്തിൽ. 24-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഞ്ജു സന്ദീപാണ് BJP പ്രകടനത്തിൽ പങ്കെടുത്തത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ചേച്ചിക്ക് മനസ്സിലായി, ഇനി അവിടെ കിടന്ന് തുള്ളിയിട്ട് ഒരു പ്രയോജനമില്ല. ഇനി അത് അണഞ്ഞു എന്നുള്ള കാര്യം. ഇവിടെ ഇനി ആളി കത്താൻ പോവാന്ന് ചിലപ്പോൾ പ്രതീക്ഷിച്ചായിരിക്കും മണ്ണാർക്കാട്. തോറ്റ സ്ഥാനാർത്ഥി നേരെ BJPയുടെ ആലയത്തിലേക്ക് വരികയും ഡാൻസ് കളിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ഒരു നിലനിൽപ്പ് കാണും. കാരണം മറ്റേത് അണഞ്ഞു, മറ്റേത് അണയാറായി. അല്ലെങ്കിൽ ഭരണവിരുദ്ധത, അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ, ഇതെല്ലാം ഈ ഒരു ഇലക്ഷനോട് കൂടി ഒരുപാട് വ്യക്തികൾ അവരുടെ മെന്റാലിറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റി. കുറച്ചധികം വ്യക്തികൾക്ക് മാറണം എന്നുള്ള പല വീഡിയോസും പല ആരോപണങ്ങളും സംഭവങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അടുത്തൊരു ഇലക്ഷൻ വരുന്നുണ്ട്. ഇതിന് മുമ്പ് മറ്റേ MP തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ ഇത് കണക്കൊന്നും സംസാരിച്ചായിരുന്നു. ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി അറിയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഗ്രോത്തും ഉണ്ടായിട്ടില്ല. അടുത്ത ഇലക്ഷൻ അതിലും കൂടുതൽ കൂപ്പ് കുത്തുന്നതാണ് കണ്ടത്. കോർപ്പറേഷനുകൾ ഭരിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പം
കോഴിക്കോട് ഒഴികെയുള്ള ഒരു കോർപ്പറേഷന് കിട്ടാത്ത സിറ്റുവേഷനിലേക്ക് വരെ എത്തി നിൽക്കുക. അപ്പോൾ ആലോചിക്കണം, സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക്, അമ്മൂമ്മമാർക്ക്, ജനങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും ഇത് എടുക്കുന്നത്, ഏത് മെന്റാലിറ്റി ആയിരിക്കും ആൾക്കാർ നിങ്ങളുടെ ഈ ഭരണത്തെക്കുറിച്ച് അറിയുന്നെന്നുള്ളൊരു കാര്യം. ഇതൊക്കെ പറയുന്നത് എൻ്റെ നേരെ ഇനി മറ്റേതും പിടിച്ചതും മറിച്ചതും പിടിച്ച് തിരിച്ചതും വരാതെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാണ് നിങ്ങൾ മാറ്റി, നിങ്ങൾ നല്ലതാണെന്ന് കാണുന്ന ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ഇടാനും ആൾക്കാർ വരും. പക്ഷെ ഇമാര് തെമ്മാടിത്തരം കാണിച്ചത് ഇത് നല്ലതാക്കി കാണിക്കണം, ഇത് വെള്ളാക്കി കാണിക്കണം എന്നൊന്നും ആരും പറഞ്ഞാൽ ചെയ്യത്തുമില്ല, അതൊന്നും നടക്കത്തുമില്ല. പക്ഷെ മാറ്റേണ്ടത് മാറ്റിയാൽ കിട്ടേണ്ടത് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഊമ്പിത്തിരി എവിടെയെങ്കിലും ഇരിക്കും.